ഒന്ന് വേഗം വിടൂ. സീറ്റല്ല ഇപ്പൊ വീതിച്ച് കാണുമോ എന്തോ. താൻ നേരെ വിടറോ. നോ എൻട്രിയാ സാർ. മന്ത്രിക്ക് എന്തോന്ന് നോ എൻട്രി, താൻ വിടറോ. വണ്ടി അങ്ങോട്ട് ഒതുക്കി നിർത്താം. നിർത്താനല്ല, കേറാനാ പോണേ മന്ത്രി കസേരയിലോട്ട്. തന്നെയൊക്കെ കൊണ്ട് സല്യൂട്ട് അടുപ്പിക്കാൻ. തൽക്കാലം നീ അങ്ങോട്ട് ഒതുക്കി നിർത്താം. പോടാ. ആ വണ്ടി എവിടെ വിടറോ. പോലീസ്. എന്നെ തടയരുത് ബോസ്. ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം എനിക്കും കൂടി തരണം. ഇല്ലെങ്കിൽ ആലപ്പുഴ ഡിസ്ട്രിക്ട് എനിക്ക് കാലുകുത്താൻ ഒക്കുകയല്ല. ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. എന്താ ശശി ഇത്? ചൂല പിടിച്ച പിള്ളേര് മിഠായിക്ക് മോങ്ങുന്ന പോലെ മോങ്ങുന്നത്. ഓരോരുത്തരും മോഹിക്കുന്നവർക്ക് സഹായിച്ചു കൊടുക്കാൻ എനിക്ക് ഒക്കുവോ? മറ്റുള്ളവരെ പോലെ എന്നെ കാണരുത്. ബോസിന്റെ കിടപ്പുറവിരിക്കുന്ന ജോലി മുതൽ അടുക്കളപ്പണി വരെ ചെയ്യുന്ന എന്നെ മന്ത്രിയാവാനൊരു കുശിനിക്കാരന്റെ യോഗ്യത പോരല്ലോ. പോരെ, താനിധികം സംസാരിക്കട്ട. അപ്പൊ എന്നെ മന്ത്രിയാക്കില്ലെന്ന് ഉറപ്പിച്ചില്ലേ? ഞാനിങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. ആഹാ, ആരാണ് നിങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പാർട്ടിയിൽ എന്റെ വളർച്ചയിൽ അസൂയ മൂത്ത നിങ്ങളുടെ മകൻ വേണു. എടോ, താൻ ഭ്രാന്ത് പറയരുത്. അവനെന്തൊരു കാര്യം? മുഖ്യമന്ത്രിയുടെ കുടുംബാധിപത്യം ഞാൻ അവസാനിപ്പിക്കും. ഈ ശൈലി ഞാൻ തിരുത്തും. നമുക്ക് കാണാം. ശശി, നീ ദോശ കഴിച്ചിട്ട് പോ. ആശ നശിച്ചിരിക്കുമ്പോഴല്ലേ ദോശ. ഈ അനീതിക്കെതിരെ പൊരുതാൻ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ പാർട്ടിയിലെ യുവജനങ്ങൾ മുഴുവൻ നശിക്കും. സ്വന്തം മകനെ വലുതാക്കാൻ മുഖ്യമന്ത്രി മറ്റുള്ളവരെ വെട്ടി ചെറുതാക്കും. ഈ ഹരീഷ്ണന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇയാൾക്ക് ഒരു MLA സീറ്റ് കൊടുക്കാൻ ഞാൻ അപേക്ഷിച്ചതാണ്, നിഷേധിച്ചു. അതോടെ ഞാൻ പിണങ്ങി. പിന്നെ ഞാൻ മൂലം തെരഞ്ഞെടുപ്പിൽ ഒരു പിളർപ്പുണ്ടാകല്ലോ എന്ന് കരുതി ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഇനി അത് പറ്റില്ല. നിങ്ങൾ എന്നോടൊപ്പം ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും. ഈ യുദ്ധത്തിൽ നോ, ധർമ്മയുദ്ധത്തിൽ അതെ, നമ്മളെല്ലാവരും ശശിയോടൊപ്പം ഉണ്ടാവും. അപ്പൊ മുഖ്യമന്ത്രി എന്ന നിലയിൽ ദിവാകർജി ഒരു പരാജയമാണെന്നാണോ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. മുഖ്യമന്ത്രിയോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയാണ് എതിർക്കുന്നത്. ആ ശൈലി തിരുത്തണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ എതിർപ്പിൽ നിങ്ങളോടൊപ്പം ആരൊക്കെ ഉണ്ട്? അതൊക്കെ കാത്തിരുന്ന് കാണുക. കൂടുതലൊന്നും ഇപ്പൊ പറയാനില്ല. തിരുത്തലായതിനു ശേഷം വലിയ കഷ്ടമാണ് നമ്മുടെ സ്ഥിതി. കഴിഞ്ഞ കുറെ മാസങ്ങളായി 10 കാശിന്റെ വരുമാനമില്ലണ. എന്ന് വെച്ച് ആരുടെയും കാല് പിടിക്കാൻ വഴിത്തല ശശിയെ കിട്ടില്ല. ബോസ് വേണേ നമ്മളോട് മാപ്പി ചോദിക്കട്ടെ. ഒരു കോംപ്രമൈസിന് ബോസ് വിളിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ശശി പോകുന്നതിൽ തെറ്റില്ല എന്നാ എന്റെ അഭിപ്രായം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. എല്ലാരും കൂടി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തന്നെ പോകാം. ബോസ്, എന്താ ഇത്? ആരാ ഇയാളെ കൊണ്ട് കടത്തിവിട്ടത്? കൃഷ്ണകുട്ടി. അയ്യോ, എന്നെ പിടിച്ച് പുറത്ത് തള്ളരുത്. എനിക്ക് പറയാനുള്ളത് അവിടുന്ന് കേൾക്കണം. അവിടുന്ന് എന്നെ വിളിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ തന്നെ വിളിച്ചെന്നു? എനിക്കെങ്ങനെ തോന്നിയതാണ്. രാത്രി ഉറങ്ങുമ്പോ ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്ന് എന്നെ ശാസിക്കുന്ന പോലെ. എടാ മഹാഭാവി, നീ ദിവാകർജിയെ ധിക്കരിച്ചു ഇല്ലേ? പരമഭക്തനും നീതിനിഷ്ഠനുമായ നിർമ്മല ഹൃദയന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്ക് ആശ്രിത വത്സനായ അദ്ദേഹം പൊറുക്കും. ഇല്ലെന്ന് എനിക്ക് ജന്മമുക്തി കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ആ ഹരികൃഷ്ണനും ബാഹുലേനും ഷാജിയും എല്ലാം ചേർന്ന് എന്നെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയോണ്ടാ. എന്തോ നടത്തി? മസ്തിഷ്ക പ്രക്ഷാളനം, ബ്രെയിൻ വാഷ്. എന്റെ അപരാധങ്ങളും അവിടുന്ന് പൊറുക്കണം. എനിക്ക് മാപ്പ് തരണം. എന്നെ കൈവെടിയരുത്. ഈ മനംമാറ്റം മന്ത്രിക്കസരം വെച്ചാണെങ്കിൽ നടപ്പില്ല. വേണ്ട, അങ്ങയെ സേവിക്കാൻ എനിക്ക് ഒരിക്കൽ കൂടി ഒരു അവസരം തരണം. എനിക്ക് ആരുടെ സേവ ആവശ്യമില്ല. പാർട്ടിക്കാണ് വേണ്ടത്. തനിക്കതിന് കഴിയോ? പാർട്ടിയെ സേവിക്കാം. എങ്കിൽ തന്റെ കൂറുമാറ്റത്തിന് കാരണക്കാരായവരെ കുറ്റപ്പെടുത്തി പ്രസ്താവന ഇറക്കണം. ഇറക്കാം. അങ്ങ് പറയുന്ന എന്തും ഞാൻ ചെയ്യാം.